ലീഗ് നേതാവും UDF കൺവീനറുമായ ഇർഷാദ് ചക്കാലക്കലാണ് ഇപ്പോൾ ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. അതും ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം. ആർക്കെതിരെയാണെന്നോ? കായംകുളം MLA യു പ്രതിഭയ്ക്കെതിരെയാണ് സ്ത്രീ വിരുദ്ധ പരാമർശം ആനടിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞത് മാത്രവുമല്ല, ആ ഒരു പൊതുവേദിയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരക്ഷരം ആരും പ്രതികരിച്ചില്ല എന്നാണ് CPM ഉന്നയിക്കുന്ന വാദം. എന്നാൽ ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്കറിയത്തില്ല. വീണ്ടും അവരുടെ നാട്ടുചാതുരി കൊണ്ടും ശരീര അലവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ എത്തുകയാണ്. പക്ഷെ ഇപ്പോൾ പൊതുമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അദ്ദേഹം പറയുന്നത്, അതായത് ഇർഷാദ് ചക്കാലക്കൽ പറയുന്നത് അദ്ദേഹം പരാമർശിച്ചതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് വിവാദമായിട്ട് പ്രചരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും സംഘർഷങ്ങൾ ഒരുപാട് ആയപ്പോഴാണ് അദ്ദേഹം മാപ്പപേക്ഷയുമായി വന്നിട്ടുണ്ട്. നാളിതുവരെ അത്തരത്തിൽ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ അതല്ലാതെ ആളുകൾക്ക് പോലും അങ്ങനൊരു പരാമർശം ഉള്ളതായി നാളിതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആരോ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം വളച്ചൊടിച്ച് അതുകൊണ്ട് ആ രീതിയിൽ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഏതായിരുന്നാലും ശരി തന്നെ, രണ്ടായിരുന്നാലും അങ്ങനെ ഒരു പരാമർശം എന്നിൽ നിന്നുണ്ടായതിൽ ആർക്കെങ്കിലും ഖേദമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തീർച്ചയായും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കും. എന്നാൽ ഇതൊരു ഇലക്ഷൻ ക്യാമ്പയിൻ ആയിട്ടാണ് CPM ഇതിനെ കൊണ്ടാടുന്നത്. കാരണം നമുക്ക് CPMന്റെ പാർട്ടി അറിയാം, ഏറ്റവും കൂടുതൽ സ്ത്രീവിരുദ്ധത പറഞ്ഞത് CPM പാർട്ടിയിലെ ആൾക്കാർ തന്നെയാണ്. പക്ഷേ അവർ പറഞ്ഞതെല്ലാം ആരും റിയാക്ട് ചെയ്യില്ല. പക്ഷെ അതൊക്കെ അവർ ഒതുക്കിക്കളയും. പക്ഷെ അവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു വിവാദമായിട്ട് കൊണ്ടുവരികയാണ് അവരുടെ സ്ഥിരം പരിപാടി. നമ്മൾ തന്നെ കണ്ടു ഏതാനും മാസങ്ങൾക്ക് മുന്നേ SFI പ്രവർത്തകരുടെ ഒരു ജാഥ. അതിൽ പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട്, അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ എന്നൊരു വാർത്ത തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വാക്ക് തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. കേൾക്കുന്ന സമയത്ത് ആ മുദ്രാവാക്യത്തിനോടൊപ്പം ഏറ്റുവിളിച്ചു പോകും. പക്ഷേ CPM-നെ സംബന്ധിച്ചും DYFI എല്ലാം സംബന്ധിച്ചും പുരോഗമന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും നമുക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധ പരാമർശമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അതും ഒരു സ്ത്രീയെ തന്നെയാണ് അപമാനിച്ചിരിക്കുന്നത്. അത് ചിന്താ ജെറോമിനെതിരെ കേസ് എടുക്കണമെന്ന് തന്നെ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, മുകേഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തീവ്രത കുറവാണെന്ന് പറഞ്ഞ സംഭവം നമ്മൾ കേട്ടതാണ്. ഈ തീവ്രത കുറയുന്നതും അച്ഛനില്ല നേരത്തെ അമ്മയ്ക്കുണ്ടായ മക്കൾ എന്ന് സംസാരിക്കുന്നത് പോലും ഒരു സ്ത്രീ വിരുദ്ധതയല്ലേ? മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഏറ്റവും വലിയൊരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന സ്ത്രീ പരാമർശത്തെ ചൊല്ലിയിട്ട് അദ്ദേഹം പറഞ്ഞു, നാട് നീളെ വ്യഭിചരിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ ഈ ഇരകളായ ഈ സ്ത്രീകളെ അദ്ദേഹം വ്യഭിചാരികളായിട്ടല്ലേ കണക്കാക്കിയിരിക്കുന്നത്? മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ഒരു വ്യക്തി സംസാരിക്കേണ്ട വാക്കുകളാണോ ഇതെല്ലാം? പ്രത്യേകിച്ച് ഇരയായ അല്ലെങ്കിൽ പരാതി കൊടുത്ത സ്ത്രീകളെയെല്ലാം വ്യഭിചരിച്ച് നടക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം അധപതിച്ച ഒരു വിരോധാഭാസമാണ്. കാരണം സ്ത്രീകളെ അമ്മയായിട്ട് കാണണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സ്ത്രീകളെ ബഹുമാനിക്കണം എന്നാണ്. ഈ ബഹുമാനം സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയിരിക്കുന്ന ഇവർ തന്നെ 10 വർഷത്തെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. 10 വർഷം സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് സ്ത്രീ സുരക്ഷയ്ക്ക് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന രീതിയിൽ ഫ്ലെക്സ് അടിച്ചു വെക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തുന്ന ഈ LDF തന്നെയാണ്, മുഖ്യമന്ത്രിയാണ്, അതിലെ മറ്റു പലരുമാണ്. PK ശശിയുമായി ബന്ധപ്പെട്ട ഒരു പീഡനത്തിന് വിവരം വന്നപ്പോൾ ഇവിടത്തെ പലരും പറഞ്ഞു, അതായത് CPM നേതാക്കൾ പറഞ്ഞത് അത് തീവ്രത കുറഞ്ഞ പീഡനമാണ്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഇതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് അവൾക്കൊപ്പം അവനൊപ്പം. ശരിക്കും പിണറായി വിജയൻ ചില കാര്യങ്ങൾ അവൾക്കൊപ്പം, ചില കാര്യങ്ങൾ അവനൊപ്പമാണ്. അവനൊപ്പം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരാഴ്ച മുന്നേ ഒരു വാർത്ത കണ്ടായിരുന്നു. അതും ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ തന്നെ ഒരു പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പക്ഷേ അതിലൊരു പരിഹാര മാർഗവും എടുത്തില്ല. മുഖ്യമന്ത്രി സംസാരിച്ചത് അത് അവരുടെ കുടുംബ പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ അവനൊപ്പം ചിലതിൽ അവൾക്കൊപ്പം നിലപാടെടുക്കുന്നത്? ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. പക്ഷേ ഇരയ്ക്കൊപ്പമാണോ ശരിക്കും നിൽക്കുന്നത്? അതോ വേട്ടക്കാരന് എല്ലാവിധ നിയമത്തിന്റെ സഹായവും ചെയ്തു കൊടുത്തിട്ട് ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണെന്ന് പറയുന്നത് എന്ത് ഔചിത്യ ബോധമാണുള്ളത്? നമ്മുടെ ഇവിടെ VD സതീശൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇരയ്ക്കൊപ്പം നിൽക്കുന്നു പറയും, വേട്ടക്കാരനൊപ്പം എല്ലാം നിയമത്തിന്റെ സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് കേരളത്തില്. കാരണം എന്ന് പറയാം, എത്ര സംഭവങ്ങളാണ് CPM-കാരുടെ ഭാഗത്തു നിന്ന് തന്നെ പെൺ വിഷയമായിട്ടുണ്ടായി, സ്ത്രീ വിഷയമായിട്ടുണ്ടായിരിക്കുന്നത്. ഈ സ്ത്രീ വിഷയത്തില് പലരും, അതായത് ഗണേഷ് കുമാർ, മുകേഷ്, ഇവരെല്ലാം MLA മാരല്ലേ? അവരെ മാറ്റി നിർത്താൻ ഇവരാരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? ഇല്ല.
പക്ഷെ അപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് അവിടുത്തെ വനിതാ സഖാക്കൾ തന്നെ പറയും അത് തീവ്രത കുറഞ്ഞതാണെന്ന്. ഈ തീവ്രത കുറഞ്ഞത് പറയും. തീവ്രത അളക്കുന്ന യന്ത്രം ഈ സഖാക്കന്മാര് കണ്ടുപിടിച്ചതാണോ? അതാണ് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ട കാര്യം. എതിർവശത്ത് നിൽക്കുന്ന ഒരു പാർട്ടി തന്റെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു വനിതാ സഖാക്കളെ അപഹസിക്കുകയും അല്ലെങ്കിൽ പ്രതിഷേധിക്കുകയും അപമാനിക്കുന്ന രീതിയിൽ ഒരു വാക്കുകൾ പോലും ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രതിഭാസത്തെ നമുക്ക് ശരിക്കും സ്ത്രീക്കൊപ്പം എന്ന നിലപാടായിട്ട് CPM-നെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിക്കുമോ? ഇത് ശരിക്കും ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് നയമല്ലേ? ഇലക്ഷൻ സമയത്താവുകൊണ്ടാണ് ഇവർക്ക് പലർക്കും സ്ത്രീ വിരുദ്ധതയെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. ശരിക്കും ഏറ്റവും കൂടുതൽ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധ പറഞ്ഞത് CPM-കാർ തന്നെയാണ്. ജനങ്ങൾ ഇതൊക്കെ അറിയണം. കാരണം ഇവർ സ്ത്രീക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്യും, സ്ത്രീകളെ തന്നെ പീഡിപ്പിക്കുകയും സ്ത്രീകളെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അപമാനിക്കുന്ന തരത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നത് ഈ സഖാക്കൾ തന്നെയാണ്.